നമ്മുടെ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പോൾ എല്ലാ വണ്ടിയിലേക്കും അത്യാവശ്യമായി വരുന്ന ഒരു ഡുവൽ ഡാഷ് ക്യാമറയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. റെഡ് ടൈഗറിൻ്റെ 4K HD വരുന്ന ഡുവൽ ഡാഷ് ക്യാമറയാണ്. ഇത് ഇൻബിൽറ്റ് GPS അതുപോലെ വൈഫൈ ഒക്കെ ഉള്ള നല്ലൊരു ഡാഷ് ക്യാമറയാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് പാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതിലാദ്യമായി നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ബാക്ക് ക്യാമറ വിത്ത് ഏകദേശം 6 മീറ്ററോളം കേബിൾ വരുന്നുണ്ട് ഇതിൻ്റെ നീളം. അപ്പോൾ അടുത്ത ഇതിൻ്റെ പവർ കേബിളും അതിൻ്റെ കൂടെ ഒരു ചാർജിങ് സോക്കറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം 3 മീറ്ററോളം നീളം വരുന്നുണ്ട്. ഇതിൻ്റെ C ടൈപ്പ് ചാർജിങ് കേബിളാണ് വരുന്നത്. അടുത്ത ഒരു വയറിങ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റിക്ക് കൂടിയുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ വേറെ കാര്യമായിട്ടൊരു 3mm സ്റ്റിക്കർ വരുന്നുണ്ട്. ചെറിയൊരു ക്ലിപ്പൊക്കെ ഉള്ളതാണ്. വയറൊക്കെ തൽക്കാലം വീഡിയോയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ മെയിൻ ഐറ്റം എടുക്കാം. ഇതാണ് വരുന്നത് ഡാഷ് ക്യാമറ. നമ്മുടെ റെഡ് ടൈഗർ F9 4K ഡാഷ് ക്യാമറയുടെ ഫ്രണ്ടാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നൊരു ക്യാമറ തന്നെയാണിത്. 170 ഡിഗ്രി വൈഡ് ആംഗിൾ ക്യാമറയാണിത്. അതുപോലെ സൂപ്പർ കപ്പാസിറ്റർ ബാറ്ററിയാണ് വരുന്നത്. വലിയ ഹീറ്റിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ സൗണ്ട് റെക്കോർഡിങ്ങും ഇതിൽ ആപ്ലിക്കബിൾ ആണ്. ഇതിൽ ലൂപ്പ് റെക്കോർഡിംഗ് അതുപോലെ വൈഫൈ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ ഇവിടെയാണ് ഇതിൻ്റെ C ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നത്. അതുപോലെ ഒരു AV കേബിളുണ്ട്. ബാക്ക് ക്യാമറ കണക്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇവിടെയാണ് 3mm സ്റ്റിക്കർ വരുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ടൊരു മെമ്മറി കാർഡ് സ്ലോട്ടും അതുപോലെ ഒരു പവർ പ്ലഗും ഉണ്ട്. അത് പവർ പ്ലഗ് എന്ന് പറയുന്നത് പോസ് ചെയ്യാനും അതുപോലെ റെക്കോർഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ബട്ടണാണ് മെയിനായിട്ട്. അതുപോലെ റീസെറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഇതിനൊരു 32 GB മെമ്മറി കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഇതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് വരുന്നത് ഇതിൻ്റെ കൂടെ ലീഫ്ലെറ്റ് ഉണ്ട്. കൂടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ ഉണ്ട്, മാഗ്നറ്റിക് സ്റ്റിക്കർ 2 പറ്റും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ലീഫ്ലെറ്റും അങ്ങനെ അതിൻ്റെ കുറച്ച് ഗ്യാരണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഗൈഡ് വായിച്ചിട്ട് ഒന്ന് റീഡ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ പല ഉപയോഗങ്ങൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. യൂസർ മാനുവൽ അതുകൊണ്ട് നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിത് കാറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ക്യാമറ ഈ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്, ഈ ഭാഗത്തായിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറുഭാഗത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഫാസ്ടാഗിൻ്റെ സ്റ്റിക്കറുള്ളതുകൊണ്ട് അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഭാഗത്ത് വെച്ചു. അങ്ങനെ കേബിൾ ഇതുവഴി ഇതിൻ്റെ വിൻഷീൽഡിൻ്റെ ഇതുവഴി എടുത്ത് ഞങ്ങൾ നേരെ ഗ്ലോ ബോക്സിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് എടുത്തത്. ഈ വഴി എടുത്ത് ഇങ്ങനെ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്തു, ചാർജിങ് സോക്കറ്റിലേക്ക് കൊടുത്തു. അപ്പോൾ അതല്ലാതെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പവർ കേബിൾ എക്സ്ട്രാ വാങ്ങിയാൽ പാർക്കിംഗ് സെൻസോട് കൂടിയിട്ടുള്ള സെറ്റിംഗ് നമുക്ക് കിട്ടുന്നതാണ്. അതാകുമ്പോൾ ഡയറക്റ്റ് ബാറ്ററിയിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ പോവുക. അപ്പോൾ അതിൻ്റെ ബാക്ക് ക്യാമറയുടെ കേബിൾ ഇതിൻ്റെ ഈ വിൻഷീൽഡിൻ്റെ ഇതുവഴി എടുത്തു നേരെ ഡോറിൻ്റെ റബ്ബറിൻ്റെ ഈ പാർട്സ് ഇളക്കിയതിന് ശേഷം അതിൻ്റെ അകത്തുകൂടിയാണ് ഈ വയർ കടത്തിയത്. അങ്ങനെ നേരെ ഈ പിറകിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ ഭാഗത്തേക്കാണ് വയർ ഞങ്ങൾ സെറ്റാക്കി വെച്ചത്. അപ്പോൾ ഇതുവഴി ഇവിടെ കണക്ട് ചെയ്ത് ഇതിലേക്ക് സെറ്റ് ചെയ്ത് ചെന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ തൽക്കാലത്തേക്ക്. അപ്പോൾ ഇവിടെ രണ്ടൊരു കണക്ടർ നമുക്ക് കിട്ടുന്നുണ്ട്. ആ കണക്ടർ കണക്ട് ചെയ്ത ശേഷം നമുക്ക് ഇത് ബാക്ക് ക്യാമറ ഓൺ ചെയ്തു. അപ്പോൾ നമ്മൾ മാറ്റി സെറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് കൂടി ഈ കേബിളിൻ്റെ ഈ സീലിംഗ് വഴി ഇതെടുത്തു. അതിനുശേഷം നേരെ ഈ കേബിളിൻ്റെ ഈ വയറിനകത്ത് കൂടിയാണ് നമ്മൾ വയർ എടുത്തത്. അതിനുശേഷം ഇവിടെ ചെറിയ ഹോൾസ് ഇട്ടു അതിലേക്ക് പുറത്തെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ ഈ മുൻഭാഗം വരുന്നത് നേരത്തെ കണ്ട ചെറിയ 3mm ക്ലിപ്പ് വെച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും വലിയ മോശമില്ലാതെ ഇപ്പോൾ അവിടെ അടങ്ങി നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നേരെ ചാർജിങ് സോക്കറ്റിലേക്ക് കൊടുത്തു. അപ്പോൾ ഇതാണ് റെഡ് ടൈഗറിൻ്റെ ആപ്പ് വരുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നുമാണ് ഇതുള്ളത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് സ്ക്രീൻ വരിക. ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ പോയി അതിൻ്റെ വൈഫൈയിൽ റെഡ് ടൈഗർ എന്നുള്ളതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പാസ്വേഡ് എടുക്കുക. പാസ്വേഡ് നമ്മൾ ലീഫ്ലെറ്റിൽ ഉണ്ടാവും. അതിനുശേഷം ഇത് ജസ്റ്റ് ക്യാമറ ആക്സസ് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ക്യാമറ ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും അതുപോലെ ഇതിൻ്റെ ബാക്ക് വ്യൂ ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ക്യാമറ. ഇൻഡോർ ഏരിയയിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് രാത്രി ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ള ക്ലാരിറ്റിയാണ് ഫ്രണ്ട് ക്യാമറ. അത്യാവശ്യം നല്ല ക്ലാരിറ്റി നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ക്ലിയർ തന്നെ ഒരു സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൽ റെക്കോർഡിംഗ് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓണും ഉണ്ട്. അതുപോലെ മൈക്രോഫോൺ ഓഫ് ഓണും അത് നമുക്ക് ഇതിൽ തന്നെ മൊബൈലിൽ നിന്ന് ചെയ്യാൻ പറ്റും.
ഇതിൻ്റെ കൺട്രോൾ അധികവും വരുന്നത് മൊബൈൽ വഴി തന്നെയാണ്. കാരണം അത് ടച്ച് സ്ക്രീനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് മൊബൈൽ വഴിയാണ് നമുക്ക് കാര്യമായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണുള്ളത് എന്ന് നമുക്ക് ഇതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലാദ്യമായി സൗണ്ട് റെക്കോർഡിംഗ് ഓഫ് ഉണ്ട്, പിന്നെ അതിൻ്റെ സ്പീക്കർ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ വീഡിയോ റെസൊല്യൂഷൻ വരുന്നുണ്ട്, ഏകദേശം 4K 2Kയിലും വെക്കാം. പിന്നെ ലൂപ്പ് റെക്കോർഡിംഗ് 1 to 3 മിനിറ്റ് വരെയാണ് വരുന്നത്. പിന്നെ ഒരു ആൻറ്റി ഫ്ലിക്കറിങ്, അതുപോലെ ടൈം സ്റ്റാമ്പ്, അതുപോലെ നമുക്ക് കിലോമീറ്റർ, അതുപോലെ മീറ്റർ പെർ ഹവർ എങ്ങനെ കൊടുക്കാം. പിന്നെ ഇമേജ് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ 24 ഹവർ ടൈം. പിന്നെ കൊളീഷൻ സെൻസർ ഉണ്ട്, അത് മെയിനായിട്ട് നമുക്ക് ഈ വണ്ടി നിർത്തിയാലൊക്കെ പാർക്കിംഗ് സെൻസർ ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ക്യാമറ ലാംഗ്വേജ്, പിന്നെ വൈഫൈ നെയിം, പാസ്വേഡ്, അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് സെറ്റിങ്സിൽ. അപ്പോൾ നമുക്ക് ഇതിൽ വീഡിയോ കാണുമ്പോൾ ഇതിൽ നമുക്ക് സ്പീഡ് സഹിതം നമുക്ക് ഇതിൽ വീഡിയോ കാണാൻ പറ്റും. അതുപോലെ മാപ്പ് വഴിയും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അത് ഇങ്ങനെയാണ് വരിക. അതിൻ്റെ നമ്മൾ പോകുന്ന ലൊക്കേഷൻ അത് അനുസരിച്ച് മൂവ് ചെയ്യുന്നതും കാണാൻ പറ്റും. അതിൻ്റെ സ്പീഡും അതുപോലെ മാപ്പും നമുക്കതിൽ കാണാം. അതുപോലെ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വ്യൂ നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ്, അതുപോലെ സ്ക്രീനിൽ ഇതിൻ്റെ സ്പീഡ്, ലൊക്കേഷൻ, ടൈം, അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ പോകുന്ന ലൊക്കേഷന് നമുക്ക് കറക്റ്റ് സ്പീഡ് സഹിതം നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കാനും പറ്റും. 1 to 5x അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ വാട്ടർ മാർക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും. അതിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അന്നേരം കാര്യമായിട്ട് കുറയും അത് ഓഫ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2-3 വീഡിയോ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ടൈം എത്ര എടുക്കും നോക്കാം. ഞാൻ ഏകദേശം 1 മിനിറ്റിൻ്റെ ടൈമാണ് വെച്ചിട്ടുള്ളത് വീഡിയോ. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് വീഡിയോ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് ക്യാമറയുടെ വരുന്നത് ഏകദേശം ഒരു 30-40 സെക്കൻഡിന് അടുത്ത് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ബാക്ക് 169 MB വരുന്നത് ഫ്രണ്ട് ക്യാമറ. അപ്പോൾ അതിൻ്റെ ബാക്ക് ക്യാമറയും ഏകദേശം 20 സെക്കൻഡ് 25 സെക്കൻഡ് അങ്ങനെ എടുക്കുന്നുള്ളത്. ഏകദേശം 60-something MB അതിനും വരുന്നത് ബാക്ക് ക്യാമറയുടേത്. ബാക്ക് ക്യാമറ HD ആണ്. അതുപോലെ ഫ്രണ്ട് ക്യാമറ 4Kയിലാണ് എടുത്തിട്ടുള്ളത്. 1 മിനിറ്റിൻ്റെ ഡ്യൂറേഷനാണ് ഞാൻ കൊടുത്തത്. ഇതിനി സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ സ്ക്രീനിൽ തന്നെ ഇത് ഓഫ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ളൊരു സൗകര്യം അവിടെ തന്നെ ഉണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ വ്യൂ എത്രത്തോളം കാണുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഇപ്പോൾ ടൗണിൽ വെച്ച് ഏകദേശം ഒരു 1-2 മീറ്റർ ഗ്യാപ്പിലുള്ള വണ്ടിയുടെ വ്യൂ ആണിത്. അത് അത്യാവശ്യം മോശമില്ലാത്ത ക്ലിയർ തന്നെ കാണുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം സ്ലോയിലാണ് പോകുന്നത്, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും ഏകദേശം 1-2 മീറ്റർ ഗ്യാപ്പിലുള്ള വണ്ടിയാണത്. അതും അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ടൗണിൻ്റെ വ്യൂവും നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അടുത്തതായി നമ്മുടെ നൈറ്റ് വ്യൂ ഒന്ന് നോക്കാം. ഇത് നോർമൽ റോഡിൽ വരുന്നതാണ്. അത്യാവശ്യം സ്ട്രീറ്റ് ലൈറ്റും ഒക്കെയുള്ള ഒരു ഡാർക്ക് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എതിരെ വണ്ടി വരുമ്പോൾ അതിൻ്റെ ലൈറ്റ് ഫുൾ ലൈറ്റ് വരുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ നമുക്ക് നോർമലായിട്ട് കാണാൻ പറ്റും. താഴെയുള്ള ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്കിവിടെ ഗ്ലാസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിപ്പം ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സെയിം വ്യൂ തന്നെയാണിത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ HD വരുന്നത്. മുമ്പിലത്തെ അത്ര കിട്ടില്ല, എന്നാലും മോശമില്ലാത്തൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതും നോർമൽ റോഡ് തന്നെയാണ്. അത്യാവശ്യം വണ്ടി വരുമ്പോഴുള്ള വെളിച്ചം മാത്രമേ കാര്യമായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വ്യൂ ഇങ്ങനെയാണ് ഉള്ളത്. ഇതിൽ നമുക്ക് ഡീറ്റെയിൽസ് താഴെ ഡേറ്റും അതുപോലെ ടൈമുമാണ് കാണുന്നത് ബാക്ക് വ്യൂവിൽ. അതുപോലെ ഇതിൻ്റെ ഒരു ടൗണിലെ ഒരു വ്യൂ ആണിത്. ഇവിടെ നമുക്ക് ഈ ചെറിയ ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോൾ നമ്പർ പ്ലേറ്റൊക്കെ അത്യാവശ്യം ക്ലാരിറ്റി തന്നെ കാണുന്നുണ്ട്. അതുപോലെ ഈ ചുറ്റുമുള്ള വഴികളും ലൈറ്റുകളും ഒക്കെ കത്തിയിട്ട് കിടക്കുമ്പോഴും നമ്മൾ ഒരു നാച്ചുറൽ വ്യൂ തന്നെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്.
വലിയ മോശമില്ലാത്ത ഒരു വ്യൂ തന്നെയാണിത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 170 ഡിഗ്രി വൈഡ് ആംഗിളും അതുപോലെ ബാക്ക് ക്യാമറ വരുന്നത് 160 ഡിഗ്രി വൈഡ് ആംഗിളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വൈഡായിട്ടുള്ള വ്യൂ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തായി ബാക്ക് ക്യാമറയുടെ ഒരു ക്വാളിറ്റി കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടൗണിൽ വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ക്ലിയർ ആവുന്നുണ്ട്. കുറച്ച് ലൈറ്റ് കുറയുമ്പോൾ അതിൻ്റെ ഒരു കുറവ് മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ എൻ്റെ ഫ്രണ്ട് വരുമ്പോഴും നമ്പർ പ്ലേറ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ടൗണിൽ ഈ ലൈറ്റ് കൂടുതലുള്ള സ്ഥലത്ത് വെച്ച് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ നമുക്ക് കാഴ്ച നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു നാച്ചുറാലിറ്റി തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ നമുക്കിത് ക്യാമറയുടെ കുറച്ച് നൈറ്റ് വ്യൂസിൻ്റെ വീഡിയോ കാണാം. ഫ്രണ്ടും ബാക്കും വീഡിയോസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നൈറ്റിൽ വരുന്ന മറ്റൊരു പ്രശ്നമാണിത്. ഇപ്പോൾ ഇതിൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇതിൻ്റെ നേരെ വരുമ്പോൾ ഡയറക്റ്റ് പതിക്കുമ്പോൾ ഒരു മങ്ങൽ നമുക്ക് കാണുന്നുണ്ട്. അല്ലാതെ നല്ലൊരു ക്ലാരിറ്റി നമുക്കിത് കിട്ടും. ഇതൊരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. ഒരു മോർണിംഗ് വ്യൂ നമുക്കൊന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു വില്ലേജ് വ്യൂ ആണ്. നോർമൽ റോഡിലുള്ള യാത്രയാണ്. അപ്പോൾ അതിൻ്റെ സൺലൈറ്റ് അടിക്കുമ്പോൾ ചെറിയൊരു റിഫ്ലക്ഷൻ തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ആൻറ്റി ഗ്ലെയർ ഗ്ലാസ് ഉണ്ട്. അത് എക്സ്ട്രാ വെച്ചാൽ ഇതിന് ഒരു പരിധിവരെ കുറവുണ്ടാകുമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. മാത്രമല്ല ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതും ഏറെക്കുറെ ആൻറ്റി ഗ്ലെയർ സിസ്റ്റം വാങ്ങിച്ചാൽ കുറയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ ടൗണിൽ വെച്ച് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ നമ്പർ പ്ലേറ്റ് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലും ഒന്ന് നോക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം 1-2 മീറ്റർ അകലത്തുള്ള വണ്ടിയുടെയാണ് ഇപ്പോൾ റണ്ണിങ്ങിലുള്ള. അതിൻ്റെ നമ്പർ നമുക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഈവനിങ് ടൈമിലുള്ള ഒരു വ്യൂ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഏകദേശം 6 മണി ആയപ്പോഴുള്ള ടൈമാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം 2-3 മീറ്റർ മുമ്പത്തുള്ള വണ്ടിയാണ്. അത് നമുക്ക് അത്യാവശ്യം റണ്ണിങ്ങിലുള്ളതാണ്. ഒരു ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് നല്ല വിഷ്വൽസും അതുപോലെ ക്വാളിറ്റിയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കുറച്ച് സ്പീഡിൽ പോകുമ്പോഴുള്ളൊരു വിഷ്വൽസാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ വണ്ടിയുടെ ഈ നമ്പർ പ്ലേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിവിടെ നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റിയിൽ കാണുന്നുണ്ട്. നമ്മുടെ എതിർ സൈഡിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വണ്ടിയുടെ സ്പീഡും ലൊക്കേഷനും ടൈമും ഒക്കെ നമുക്ക് ഇവിടെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മുമ്പിൽ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം കണ്ട വീഡിയോയുടെ ഒരു സെയിം ബാക്ക് വ്യൂ ആണിത്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഏകദേശം ഇപ്പോൾ സമയം 5:40 അപ്പോൾ 6:40 ആ ടൈമിലുള്ള വ്യൂ ആണിത്. ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്കിവിടെ കാണാം. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ റോഡുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്യാമറയാണ്. അത്യാവശ്യം ബ്ലോഗ് ചെയ്യുമ്പോഴും അതുപോലെ റീൽസൊക്കെ ഇടാൻ വേണ്ടി എടുക്കുമ്പോഴും നമുക്ക് ഇതിൽ തന്നെ എടുത്താൽ മതിയാകും. അതിൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂട്ടി വെച്ചാൽ മതിയാകും. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് വീഡിയോ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് 3-4 മിനിറ്റ് വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും.
ഇവിടെ നമുക്ക് മുമ്പിൽ സ്റ്റോപ്പ് ചെയ്ത വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എത്രത്തോളം ക്വാളിറ്റിയിൽ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 2 മീറ്ററോളം അകലത്താണ് വണ്ടി ഉള്ളത്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണുന്നുണ്ട് ഇത്. നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിരിക്കുമ്പോൾ നല്ല ക്ലിയർ തന്നെ നമുക്ക് കാണാൻ പറ്റും. റണ്ണിങ്ങിലായിരിക്കുമ്പോൾ മാത്രമേ ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. എന്നാലും അത് വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല ചിലപ്പോഴൊക്കെ. ഇപ്പോഴത്തെ റോഡ് യാത്രയ്ക്ക് വളരെ അത്യാവശ്യമായ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡുവൽ ഡാഷ് ക്യാമറ. നമ്മുടെ തെറ്റ് കൊണ്ടല്ലെങ്കിലും പലപ്പോഴും മറ്റുള്ളവരുടെ തെറ്റ് കൊണ്ടും പല അപകടങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ക്യാമറ ഉപയോഗിച്ച് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇതിൽ കറക്റ്റായി ലൊക്കേഷൻസും അത് ടൈമിങ്ങും ഒക്കെ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിയമപരമായിട്ടും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഇരുട്ട് തുടങ്ങിയപ്പോഴുള്ള വ്യൂ ആണിത്. വളരെ ഭംഗിയുള്ള ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. നല്ല 4K ക്യാമറയാണ് ഇതിൻ്റെ, HD ബാക്ക് ക്യാമറയാണ് വരുന്നത്. നല്ലൊരു വൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വ്യൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ഇപ്പോൾ റെഡ് ടൈഗറിൻ്റെ F9 ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ ഒരുപാട് മോഡൽസ് വേറെയുണ്ട്. പുതുതായി ഉദ്ഘാടനം ചെയ്ത മുഴപ്പിലങ്ങാട് മാഹി തലശ്ശേരി ബൈപ്പാസാണിത്. അതിലൂടെ ഭംഗിയുള്ള കാഴ്ചകളെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ വണ്ടിയിലും അത്യാവശ്യമായി വരുന്നൊരു ക്യാമറയാണ് ഡുവൽ ഡാഷ് ക്യാമറ. ഞാനിത് പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറ തന്നെയാണ്. എന്തായാലും ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്യാമറയും നിങ്ങൾ പരമാവധി വാങ്ങി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇതിന് ഏകദേശം ചാർജ് വന്നത് 11,000 രൂപയാണ് ചാർജ് വന്നത്. വിത്ത് വയറിംഗ് കിറ്റില്ല. ഇതിൻ്റെ എക്സ്ട്രാ ഒരു വയറിംഗ് കിറ്റ് കൂടി വാങ്ങിയാൽ നമുക്ക് പാർക്കിംഗ് സെൻസർ കൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വണ്ടി പാർക്കിങ്ങിലായാലും വല്ലത് ശബ്ദങ്ങളും അല്ലെങ്കിൽ തട്ടലോ മുട്ടലോ ഉണ്ടായാലും അത് സെൻസർ ചെയ്ത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ കഴിയുന്നതും അതും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ റൂട്ടിൽ നല്ലൊരു ലൈറ്റ് ഈവനിങ് വ്യൂ കൂടിയുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഡ്രീംസ്.